सामान्य निर्देश പൊതുവായ നിർദ്ദേശങ്ങൾ 15 मिनट का कूल ऑफ टाइम प्रश्न पत्र वाचन के लिए है. നിങ്ങൾക്ക് ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയം ഉണ്ടാവും. छह गतिविधियों में किन्हीं 5 के उत्तर लिखें. 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. ഗതിവിധി 1 ഒന്നാമത്തെ പ്രവർത്തനം സൂചന. കവിതാംശ പഠേ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേൻ. താഴെ ഒരു കവിതയുടെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടതാണ്. ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കൂ. തോത്താ ഹൂം മേൻ തോത്താ ഹൂം, हरे रंग का होता हूँ, चोंच मेरी लाल है, सुंदर सुंदर चाल है, बागों में मैं जाता हूँ, मीठे फल में गाता हूँ. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തോത്ത का रंग क्या है? അതായത് തത്തയുടെ നിറം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ വരികളിൽ നിന്ന് കണ്ടെത്താം. അതിൽ പറയുന്നുണ്ട് തോത്താഹും മേൻ തോത്താഹും ഹരേ രംഗക്ക ഹോത്താഹും. ബ്രേക്കറ്റിൽ ലാല് കൊടുത്തിട്ടുണ്ട്, ഹര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഹര. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കവിത മേം നീച്ചെ ലിഖിത് ശബ്ദോക്കെ നീച്ചെ രേഖാഗീഞ്ചെ. കവിതയിൽ താഴെ എഴുതിയ വാക്കുകളെ അടിവരിടാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് വാക്ക്? മേരി, രംഗ്, ചോഞ്ച്, ലാൽ. ചോഞ്ച്, ചാൽ. അപ്പോൾ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കുക. അപ്പോൾ കവിത വായിച്ചു നോക്കുക. അതിൽ മേരി മൂന്നാമത്തെ വരിയിൽ മേരി ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അടിയിൽ വരയ്ക്കുക. പിന്നെ രംഗ് രണ്ടാമത്തെ വരിയിൽ രംഗ് ഉണ്ട്, അതിൻ്റെ അടിയിൽ വരയ്ക്കുക. പിന്നെ ചോഞ്ച് എവിടെയാണ് കാണുന്നത്? ചോഞ്ച് മേരി ലാൽ ഹേ. അപ്പോൾ അവിടെ ആ ചോഞ്ചിൻ്റെ അടിയിൽ വരയ്ക്കുക. പിന്നെ ചാൽ നോക്കൂ, സുന്ദർ സുന്ദർ ചാൽ ഹേ. അപ്പോൾ അവിടെയും വരയ്ക്കുക. ഓക്കെ. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം ഗതിവിധി ദോ സൂചന വിവരൺ പഠേൻ. വിവരണം വായിക്കാനാണ് പറയുന്നത്. എന്താണ് വിവരണം? മനു GUPS മാലൂർ 5वीं कक्षा में പഠിത്താ ഹേ. മനു GUPS മാലൂരിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉസ്കാ ഗർ സ്കൂൾ കെ പാസ് ഹേ. അവൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ്. സുബേർ മനു കാ പ്യാരാ ദോസ്ത് ഹേ. സുബേർ മനുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മനു കാ ഗർ കാ ഹേ. മനുവിൻ്റെ വീട് എവിടെയാണ്? ആ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ. സ്കൂൾ കെ പാസ്, അസ്പതാൽ കെ പാസ്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? സ്കൂൾ കെ പാസ്. അടുത്ത ക്വസ്റ്റ്യൻ, മനു കാ ദോസ്ത് കാ നാം ക്യാ ഹേ. മനുവിൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താ? ബ്രാക്കറ്റിൽ സോനു ഉണ്ട്, സുബേറുണ്ട്. ആ ആൻസർ സുബേർ. പിന്നെ മനുക്ക് പ്രൊഫൈലിലേക്ക്, മനുവിൻ്റെ പ്രൊഫൈൽ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നാം എന്ന് പറഞ്ഞാൽ എന്താ? പേരെന്താ നമ്മൾ എഴുതുക? മനു. പിന്നെ കക്ഷ എത്ര ക്ലാസ്സിലാണ്? 5. പിന്നെ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, UPS മാലൂർ. അത്ര എഴുതിയാൽ ആ പ്രവർത്തനവും മുഴുവനായി. ഓക്കെ. ഇനി ഗതിവിധി 3 സൂചന ചിത്രക്കേലിയെ ശബ്ദ ലിഖേൻ. താഴെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ താഴെ ചിത്രത്തിൻ്റെ ചിത്രത്തിന് ഹിന്ദിയിൽ പറയുന്ന പേരായിരുന്നത് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. ചിടിയ, പതങ്ക്, ഗർ, പേട്, സൈക്കിൾ. അപ്പോൾ ഓരോ ചിത്രം നോക്കുക. ആദ്യം വീടിന് എന്താണെന്ന് പറയുക? ഗർ. അത് താഴ്ന്ന് എടുത്ത് എഴുതുക. മരത്തിന് പേട്. പിന്നെ അവിടെ പട്ടാണ്, പട്ടത്തിന് പതങ്ക്. പിന്നെ സൈക്കിളിന് സൈക്കിൾ. പിന്നെ പക്ഷിക്ക് ചിടിയ. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ചിത്രങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ പരിചയപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അതായത് പക്ഷി, പൂവ്, പക്ഷിക്ക് പറയുന്നത് ചിടിയ, പൂവിന് ഫൂല്, പിന്നെ പൂമ്പാറ്റക്ക് തിത്തലി. ഇങ്ങനെ ഉള്ള വാക്കുകൾ പാഠപുസ്തകത്തിലുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ സ്കോറും വാങ്ങാൻ കഴിയും. ഇനി നാലാമത്തെ പ്രവർത്തനം
गतिविधि 4 सूचना उचित वाक्यांश चुनकर चित्र के नीचे लिखे ഉചിതമായ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് ചിത്രത്തിന് താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്തെല്ലാം അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ശേഷം താഴെ കൊടുത്ത വാക്യങ്ങൾ വായിക്കുക, എന്നിട്ട് അനുയോജ്യമായ ചിത്രത്തിന് താഴെ എഴുതുക. താഴെ എന്തെല്ലാം വാക്യം കൊടുത്ത്? അമ്മ ഗാന ദേത്തി ഹേ, അമ്മ ഭക്ഷണം നൽകുന്നു. അമ്മ സുബ് ജഗാത്തി ഹേ, അമ്മ രാവിലെ ഉണർത്തുന്നു. അമ്മ ദൂത് പിലാത്തി ഹേ, അമ്മ പാല് കൊടുക്കുന്നു. മീട്ടെ മീട്ടെ ഗീത് സുനാത്തി ഹേ, മധുരമുള്ള പാട്ട് പാടുന്നു. സംഗ് സുലാത്തി ഹേ, കൂടെ ഉറക്കുന്നു. അപ്പോൾ ഇത് നോക്കുക, അതിന് ആദ്യത്തെ ചിത്രത്തിന് താഴെ എന്താ? അമ്മ പാല് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അമ്മ ദൂത് പിലാത്തി ഹേ. രണ്ടാമത്തെ ചിത്രത്തിലോ അമ്മ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അമ്മ ഗാന ദേത്തി ഹേ. മൂന്നാമത്തതോ അമ്മ പാട്ട് പാടി കൊടുക്കുകയാണ്. അപ്പം മീട്ടെ മീട്ടെ ഗീത് സുനാത്തി ഹേ. നാലോ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ഉണർത്തുകയാണ് അല്ലേ? അപ്പോൾ അമ്മ രാവിലെ ഉണർത്തുകയാണ്, അതിന് അമ്മ സുബ് ജഗാത്തി ഹേ. പിന്നെ അഞ്ചാമത്തതോ അമ്മ കൂടെ കിടക്കുകയാണ്, കുട്ടിയുടെ കൂടെ ഉറങ്ങുകയാണ്. അമ്മയും കുട്ടിയുടെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ സംഗ് സുലാത്തി ഹേ, കുട്ടിയെ കൂടെ കിടന്നിട്ട് ഉറക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എഴുതിയാൽ നമുക്ക് അതിന് അഞ്ചാണ് ഓരോന്നിനും സ്കോർ ഉണ്ടാകുക. 5 സ്കോർ നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടും. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം, ഗണ്ട് പഠിയ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഗണ്ണിക വായിക്കുക, അതിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. अनिल मामा के घर जा रहा था, रास्ते में केले का चिल्का पड़ा था. അനിൽ മാമൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. വഴിയിൽ പഴത്തൊരി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി, ആ പഴത്തൊരീൻ്റെ മുകളിൽ സൈക്കിൾ വഴുതിപ്പോയി. അനിൽ നീച്ചേ ഗിര, അനിൽ താഴെ വീണു. പയർ പർ ചോട്ട് ലഗി, കാലിന് മുറിവ് പറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൻ നീച്ചേ ഗിര. അപ്പോൾ ആ പാരഗ്രാഫിൽ തന്നെ ഉത്തരം ഉണ്ടാവും. അത് വായിച്ചു നോക്കുക. ആരാണ്? 2 ഉത്തരം കൊടുത്തിട്ടുണ്ട്, അനിൽ, മനു. ഉത്തരം നമുക്കറിയാം, അനിൽ. പിന്നെ അടുത്തത് സഹി മിലാൻ കർക്കയിലേക്ക്, ശരിയായത് യോജിപ്പ് ചെയ്താൽ. ഇടതുഭാഗത്ത് അനിൽ മാമാക്കേ ഘർ, വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചു നോക്കുക. അനിൽ മാമാക്കേ ഘർ, അവിടെ സൈക്കിൾ ഫിസൽ ഗയിയുണ്ട്, ചോട്ട് ലഗിയുണ്ട്, ജാ രഹാത്ത. അപ്പോൾ പാരഗ്രാഫിലുണ്ട് ജാ രഹാത്ത, അത് എഴുതുക. രാസ്തേമേം, വഴിയിൽ എന്താ സംഭവിച്ചത്? പാരഗ്രാഫ് നോക്കുക. രാസ്തേമേം കേലേക്ക ചിൽക്ക പടാത്ത. പിന്നെ അടുത്ത് ചിൽക്കേപ്പർ, വീണ്ടും പാരഗ്രാഫ് നോക്കുക. ചിൽക്കേപ്പർ സൈക്കിൾ ഫിസൽ ഗയി, അത് എഴുതുക. പിന്നെ അടുത്തത് പയർപ്പർ, എന്താണ്? ചോട്ട് ലഗി. എല്ലാം ഉത്തരം മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്ത് കള്ളിയിൽ, ഒഴിഞ്ഞ കള്ളിയിൽ അത് ക്രമപ്പെടുത്തിയിട്ട് എഴുതുക. ഇനി അവസാനത്തെ പ്രവർത്തനം, ഗതിവിധി ച സൂചന രംഗ് ബരേ. നിറങ്ങൾ താഴെ ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്. ആ ബോളിൽ 5 വരെ നമ്പർ ഇട്ടിട്ടുണ്ട്. വലത് ഭാഗത്ത് 5 നിറങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിറം അത് വായിച്ചു നോക്കുക. ആ നിറം ഒന്നാമത്തെ കള്ളി കൊടുക്കുക. രണ്ടാമത്തത് വായിച്ചു നോക്കുക, അത് രണ്ടാമത്തെ കള്ളി കൊടുക്കുക. മൂന്നാമത്തത്. അങ്ങനെ നിങ്ങളിത് വായിക്കാൻ പഠിക്കണം. നിറങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള നിറങ്ങളൊക്കെ വായിക്കാൻ പഠിക്കണം. ഇവിടെ ഞാനൊന്ന് വായിക്കുക. ഒന്നാമത്തെ നീല, അപ്പോൾ നീല നിറമാണ് ഒന്നാമത്തെ. ക്രയോൺസ്, പരീക്ഷയ്ക്ക് ക്രയോൺസും കൂടി കൊണ്ടുപോകണം. അപ്പോൾ നീല നിറം ഒന്നാമത്തെ കള്ളി കൊടുക്കുക. 2 പീല, പീലാറിന മഞ്ഞ, മഞ്ഞ 2 കൊടുക്കുക. 3 കലാറിനാൽ കറുപ്പ്, കറുപ്പ് 3 കൊടുക്കുക. 4 ഹര, നാലാമത്തെ കള്ളിയിൽ പച്ച, ഹരാറിന പച്ച, അത് കൊടുക്കുക. പിന്നെ 5 ലാൽ, ചുവപ്പ് 5 കൊടുക്കുക. ഇത്രയും ഭാഗങ്ങൾ, ഇത് 6 ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഒഴിവാക്കുക. പക്ഷേ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യാം. ഓക്കെ, താങ്ക് യു.